Hey all, welcome back. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗോപി മഞ്ചൂരിയൻ ആണ്. അപ്പോൾ ഇതൊരുപാട് ഡ്രൈ അല്ല, എന്നാൽ ഒരുപാട് ഗ്രേവി ഉള്ളതല്ല. അതിൻ്റെ നടുക്കുള്ള ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഒരു സെമി ഗ്രേവി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഈസിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മൾ വീട്ടിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് മുൻപ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആ ചാനൽ കാണുകയാണെങ്കിൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോഴേക്കും ആ ഒരു ബെല്ലൈക്കൺ കാണും. അപ്പോൾ അതിൽ ഏറ്റവും ടോപ്പിലുള്ള ഓൾ എന്ന ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതെങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഗോപി മഞ്ചൂരിയന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 600 ഗ്രാം കോളിഫ്ലവർ ആണ്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ എടുത്തിട്ടുള്ള 600 ഗ്രാം കോളിഫ്ലവറും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇതിൽ നിന്ന് ഒരു 500 ഗ്രാം മാത്രമേ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. കൂടെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ കുറച്ചുകൂടി കളർ ഉണ്ടാവും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കുരുമുളക് പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർക്കുക. ഇതൊന്ന് നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മൾ ഈ കോളിഫ്ലവർ പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കുകയും വേണം. കൈ കൊണ്ട് നന്നായിട്ട് തന്നെ ഈ മൈദ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് മതിയാവും. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയന് ആദ്യം നമ്മൾ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിൽ അത്യാവശ്യം ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മുടെ കോളിഫ്ലവർ ഓരോന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തേണ്ടത്. ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇടരുത്, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഓരോന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന കോളിഫ്ലവർ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഓയിലിൽ മാറ്റാം. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന കോളിഫ്ലവറിന് ഒന്ന് എടുത്തതാണിത്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ ഇടുമ്പോഴാണ് ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. ഹൈ ഫ്ലെയിമിലും വെക്കാൻ പാടില്ല, ലോ ഫ്ലെയിമിലും ഇട്ടരുത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തതിന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുക. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഓയിൽ എടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ള ഓയിലുണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് പച്ച സ്മെല്ല് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 2 പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള പച്ചമുളക് ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ഉള്ളി ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തത് കൂടെ ചേർത്ത് കൊടുക്കുക. ഉള്ളി ഒരുപാടങ്ങ് കുക്കായി പോകുന്നു വേണ്ട, ഒന്ന് കളറ് മാറിക്കിട്ടിയാൽ മാത്രം മതി. നമ്മൾ കറിയിൽ ചെയ്യുന്ന പോലെ ഒരുപാടങ്ങ് ഉടയൊന്നും വേണ്ട. ഉള്ളി ഒന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളി പെട്ടെന്ന് ഒന്ന് കുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഉള്ളി അത്യാവശ്യം ഒരു കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി കെച്ചപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ
ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും മതി. ആദ്യം നമ്മൾ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 4 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സോസ് ചേർത്തതിന് ശേഷം പിന്നെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുക, ഒന്ന് ഹൈയിൽ വെക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒന്ന് സോസ് ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഇനി നമ്മൾ ബാക്കിയുള്ള ആ 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ഉണ്ടല്ലോ അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ സോയ സോസ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി മാത്രം മതി. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ്. ഒരു ചെറുനാരങ്ങൻ്റെ പകുതി എടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ജ്യൂസ് എടുത്താൽ മതി. ഇതൊന്നും പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. സാധാരണ പച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്നെല്ലാം കൂടെ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, ഇതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമാവില്ല ഈ ഒരു റെഡ് കളർ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കണ്ട. ഇപ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്തന്നേ ഉള്ളൂ. ഒരുപാട് വേണ്ട, ഒരു ഡ്രോപ്പ് മാത്രം മതി. ഏതെങ്കിലും ഒരു നല്ല ക്വാളിറ്റിയുള്ള റെഡ് ഫുഡ് കളർ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ്റെ ഗ്രേവി കുറച്ചിങ്ങനെ തിക്കായിട്ടുണ്ട്. ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഗോബി ഉണ്ടല്ലോ, കോളിഫ്ലവർ, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കോളിഫ്ലവർ പൊട്ടിപ്പോവാതെ സൂക്ഷിച്ച് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് കുറച്ച് ഗ്രേവി കുറവുള്ളതുകൊണ്ട് ഇതിലേക്കൊരു 1/4 കപ്പ് കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട. ഇനി നിങ്ങൾക്ക് നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ ഒരു രീതിയിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു ഗ്രേവിയാണ് ഇതിനുണ്ടാവുക. ഒരുപാട് ഗ്രേവി ഉണ്ടാവില്ല, എന്നാൽ ഒരുപാട് ഡ്രൈയും അല്ല. അതിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്ന ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എന്തായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇപ്പോൾ ഗോബി മഞ്ചൂരിയൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഗ്രീൻ പാർട്ടും വൈറ്റ് പാർട്ടും 2 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പ്രിംഗ് ഓനിയൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് മല്ലിയില ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഗോബി മഞ്ചൂരിയൻ ചപ്പാത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങളെപ്പോഴും ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ തോന്നുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. പിന്നെ ഒരു കാര്യം, വീട്ടിലെല്ലാവരും സേഫായിട്ട് ഇരിക്കുക. പിന്നെ അധികം പുറത്തൊന്നും ഇറങ്ങാണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.